തിരുവേഗപ്പുറയുള്ള ഭഗവാനൊരു നാളിൽ ഗൗരിയം നൊരുത്തിയെ കിനാവു കണ്ടു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും അതേപോലെ അനുഭവങ്ങളും പങ്കുവയ്ക്കാനാണ് വീഡിയോയിൽ ശ്രമിക്കാറുള്ളത്. ഇന്ന് എനിക്ക് പറയാനുള്ളത് ജ്യോതിഷം സംബന്ധിച്ച് എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. എൻ്റെ അമ്മ, പിന്നെ അവർക്കൊരു മൂത്ത സഹോദരി, അവർ രണ്ടുപേരും പാലക്കാട് താമസിക്കുന്നു. ഇവരുടെ 2 കസിൻ സിസ്റ്റേഴ്സ് എറണാകുളത്താണ് താമസം. അപ്പം ഞങ്ങൾ മക്കൾ വലുതായ ശേഷം ഞങ്ങൾ മനസ്സിലാക്കിയ പ്രകാരം ഞങ്ങളുടെ കുലദേവത ചോറ്റാനിക്കര ഭഗവതിയാണെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ പോകും, വഴിപാടുകൾ ചെയ്യും, പ്രാർത്ഥിക്കും, വരും. അങ്ങനെയായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ എറണാകുളത്തെ വലിയമ്മമാരുടെ മക്കൾക്ക് ചില അനുഭവങ്ങൾ വന്നപ്പോൾ അവർ ഒരു ജ്യോതിഷിയെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുലദേവതയെ ആരാധിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കുലദേവതയെ പോയി ദർശിച്ച് വഴിപാടുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കാരണം ഞങ്ങൾ കുലദേവതയെ ദർശിക്കാറുണ്ട്, വഴിപാടുകൾ ചെയ്യാറുണ്ട്. കാരണം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ചോറ്റാനിക്കരയിൽ പോയി ഭഗവതിയെ തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ല, ഒരിക്കലുമല്ല, നിങ്ങൾ ഇപ്പം പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുലദേവതയല്ല, നിങ്ങളുടെ യഥാർത്ഥ കുലദേവതയെ കണ്ടെത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ കുലദേവതയെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിൽ പോകും, ദേവിയെ പ്രാർത്ഥിക്കും, വഴിപാടുകൾ ചെയ്യും. അവിടെ നിന്ന് പ്രശ്രമിച്ച് നോക്കും, ഇത് ആണോ ഞങ്ങളുടെ കുലദേവത എന്നറിയാൻ വേണ്ടി. അങ്ങനെ 3-4 സ്ഥലങ്ങളിൽ പോയി അവിടെ എല്ലാം നോക്കുമ്പോൾ ഇതല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ തൊഴിൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ കൊപ്പത്ത്, വളാഞ്ചേരി കൊപ്പത്ത് തിരുവേഗപ്പുറ എന്ന സ്ഥലത്ത് ഒരു PPP നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ മനയിൽ വേട്ടേക്കരൻ്റെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേട്ടേക്കരൻ്റെ പ്രധാന ഉത്സവം എന്ന് പറഞ്ഞാൽ പന്തീരായിരം മഹോത്സവമാണ്. ഈ പന്തീരായിരം മഹോത്സവം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് മുഖേന എനിക്ക് അവിടെ പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ പോയി, ഉത്സവം കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വെറ്റില ജ്യോതിഷമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി പറയാൻ കഴിഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നവരെല്ലാം മുഴുവൻ സെലിബ്രിറ്റീസാണ്, ഇദ്ദേഹം നല്ല തിരക്കുള്ള മനുഷ്യനാണ്. അപ്പം ഞാൻ തിരിച്ചു വരാൻ നേരത്തെ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുമേനി എനിക്ക് ഒരു ദിവസം താങ്കളെ കാണാനുള്ള ഒരു അവസരം തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, ഇന്ന ദിവസം വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് തന്നു. അപ്പോൾ ഞാൻ ആ ഡേറ്റിന് പോയി, എൻ്റെ വൈഫും കൂടെ ആ ഡേറ്റിന് പോയി, ഞാൻ എൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പോയ സമയത്ത് അദ്ദേഹം ഞങ്ങൾ വെറ്റില കൊണ്ടുപോയി, വെറ്റിലെടുത്ത് വെറ്റിലെടുത്ത് നോക്കി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു, നിങ്ങളുടെ കുലദേവത ഒരു ഉഗ്രസ്വരൂപിണിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം ഞങ്ങൾക്ക് കുലദേവത ആരാണെന്നറിയാൻ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ധ്യാനിച്ചിരുന്നിട്ട് ഇങ്ങനെ മാറത്ത് കൈ ധ്യാനിച്ച് പറഞ്ഞു, ഞാൻ പറയാണ്, നിങ്ങളുടെ കുലദേവത കോഴിക്കോട് തിരുവളയനാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയാണ്. അവിടെ നേരിട്ട് ദർശനമില്ല, അഴികൾക്കിടയിലൂടെ ദർശനമുള്ളൂ, ഉഗ്രസ്വരൂപിണിയായ ദേവിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഈ മനസ്സിലാക്കിയ പ്രകാരം ഞാൻ എൻ്റെ പാലക്കാടുള്ള വലിയമ്മയുടെ മോന് ഫോൺ ചെയ്തു. അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ആ സമയത്ത് അവർ എറണാകുളത്തെ കസിൻസും ചേർന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് വഴിപാടെല്ലാം ചെയ്ത് അവിടെ വെച്ച് പ്രശ്രമിച്ച് നോക്കി, ഇതാണോ ഞങ്ങളുടെ കുലദേവത എന്നറിയാൻ വേണ്ടി പ്രശ്രമിച്ച് നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇത് ഞങ്ങളുടെ കുലദേവതയല്ല എന്ന് മനസ്സിലാക്കാൻ. ആ സമയത്താണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൊപ്പത്തുള്ള തിരുവേഗപ്പുറയിലുള്ള ഒരു നമ്പൂതിരി, PPP നമ്പൂതിരി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കോഴിക്കോട് തിരുവളയനാട്ട് ഭഗവതിയാണ് നിങ്ങളുടെ കുലദേവത എന്നാണ് പറഞ്ഞത്. ഞാൻ അവരെ അറിയിച്ചു. അങ്ങനെ അതിന് പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണോ എന്നറിയാൻ വേണ്ടി, തിരുവളയനാട്ട് ഭഗവതിയാണോ എന്നറിയാൻ വേണ്ടി പ്രശ്രമിച്ച് നോക്കിയപ്പോൾ ഞങ്ങളുടെ കുലദേവത തിരുവളയനാട്ട് ഭഗവതിയാണെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സംശയമായി. ഞങ്ങൾ ഒരു കൂട്ടർ പാലക്കാട്, ഒരു കൂട്ടർ എറണാകുളത്ത്, പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് കോഴിക്കോട് തിരുവളയനാട്ട് ഭഗവതി ഞങ്ങളുടെ കുലദേവതയായി എന്നൊരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിന്നു. അത് ഞങ്ങൾ പിന്നീട് സാഹചര്യം മനസ്സിലാക്കി പോയി അന്വേഷിച്ച് കണ്ടെത്തി. അതെങ്ങനെ കണ്ടെത്തി എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം വീഡിയോ വളരെ വലുതായിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.